രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് പിന്നാലെ സംയുക്ത വാർത്താ സമ്മേളനം ഒഴിവാക്കിയതിൽ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ അമർഷം പുകയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന വി.ഡി. സതീശന്റെ നിർദ്ദേശം മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുള്ള തന്ത്രമെന്ന നിലപാടിലാണ് എതിർചേരി. സതീശൻ സുധാകരൻ പടലപ്പിണക്കത്തിൽ UDF-ലെ ഘടകകക്ഷികൾക്കും അമർഷമുണ്ട്. അനുകൂല രാഷ്ട്രീയ സാഹചര്യം തമ്മിലടിച്ച് നശിപ്പിക്കരുതെന്ന നിലപാടിലാണ് ഘടകകക്ഷികൾ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാൻ, ഇപ്പോൾ ഇത് ഈ രാഷ്ട്രീയകാര്യ സമിതിക്ക് ശേഷം നമുക്കറിയാം സതീശനും സുധാകരനും തമ്മിൽ കാലങ്ങളായ രഹസ്യത്തിലല്ല. അതിനിടയിലാണ് രമേശ് ചെന്നിത്തല മറ്റു പല മോഹങ്ങളുമായി അവതരിക്കപ്പെടുന്നതും അതൊരു ചേരിയുടെ തന്നെ രൂപപ്പെടലിന് കാര്യമാവുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ ഈ നേതാക്കൾക്കിടയിലുള്ള പടലപ്പിണക്കം അതിന്റെ എല്ലാ ഘട്ടങ്ങളും ലംഘിച്ചൊരു പശ്ചാത്തലം കൂടി കോൺഗ്രസിനുണ്ടല്ലോ. പുതിയ സംഭവം എന്ന് പറയുന്നത് ഘടകകക്ഷികളുടെ ഒരു വരവ് കൂടിയാണ്. സ്വാഭാവികമായി അവർ പറയുന്ന ന്യായമാണ്. കാരണം അനുകൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ കോൺഗ്രസിന് കേരളത്തിലുണ്ട്. അത് പ്രയോജനപ്പെടുത്താതെ ഒരു സംയുക്ത വാർത്താ സമ്മേളനം പോലും നടത്താൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ സങ്കീർണമാകുന്നത് എന്ത് ഗുണം ചെയ്യുമെന്നാണ് ഈ നേതാക്കൾ കരുതുന്നത്? കഴിഞ്ഞ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30, അതായത് 19-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 KPCC ആസ്ഥാനത്ത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ AICC പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കങ്ങളും വിമർശനങ്ങളുമൊക്കെ നമ്മളേറെ ചർച്ച ചെയ്തതാണ്. അതിന് പിന്നാലെ 20-ാം തീയതി രാവിലെ 11 മണിക്കായിരുന്നു ഈ സംയുക്ത വാർത്താ സമ്മേളനം നടക്കേണ്ടിയിരുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ, KPCC അധ്യക്ഷൻ K. സുധാകരൻ ഇവർ ഒരുമിച്ച് മാധ്യമങ്ങളെ കാണും എന്ന തരത്തിലായിരുന്നു ലഭ്യമായ സൂചനകൾ. അതുമായി ബന്ധപ്പെട്ട പ്രസ് നോട്ട് അടക്കം KPCC ആസ്ഥാനത്ത് നിന്ന് തയ്യാറാക്കിയതാണ് എന്ന വിവരങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതിനിടയിൽ വളരെ അപ്രതീക്ഷിതമായി ഈ സംയുക്ത വാർത്താ സമ്മേളനം മാറ്റിവെക്കുകയായിരുന്നു. ഇതിൽ 2 തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉയരുന്നത്. പ്രതിപക്ഷ നേതാവ് ഈ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തില്ല എന്ന് അറിയിച്ചുവെന്നും അതിനപ്പുറത്തേക്ക് AICC പ്രതിനിധിക്ക് അന്ന് രാവിലെ കോട്ടയത്ത് വെച്ച് വാഹനാപകടം ഉണ്ടായിരുന്നു. വാഹനാപകടത്തിൽ അദ്ദേഹത്തിന് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന നേതാക്കൾക്ക് അദ്ദേഹത്തെ സന്ദർശിക്കുന്നതിന് വേണ്ടി എറണാകുളത്തേക്ക് പോകേണ്ടി വന്നതിനാലാണ് ഈ വാർത്താ സമ്മേളനം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് KPCC ആസ്ഥാനത്ത് നിന്ന് ലഭ്യമാകുന്ന അവർ അറിയിക്കുന്ന വിവരങ്ങൾ. പക്ഷേ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ AP അനിൽകുമാർ പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് V.D. സതീശൻ മുമ്പോട്ട് വെച്ച ചില ഫോർമുലകളുണ്ട്. അതായത് 2001 ശേഷം കോൺഗ്രസിന് തനിയെ വലിയ തരത്തിലൊരു മികച്ച മുന്നേറ്റം നടത്താൻ എത്ര മണ്ഡലങ്ങളിൽ കഴിഞ്ഞു. 2011 ആയപ്പോഴേക്കും ആ കണക്ക് 2001-ലെ 60-ൽ നിന്ന് ഏതാണ്ട് 33-ലേക്ക് ചുരുങ്ങുന്ന സാഹചര്യമുണ്ടായി. 2021 ആയപ്പോൾ വെറും 21 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് തനിയെ വിജയിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ മുമ്പോട്ട് പോകാനാവില്ല. അതിനപ്പുറത്തേക്ക് 5000-ൽ താഴെ വോട്ടുകൾക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ട മണ്ഡലങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തണം. അത് ആസൂത്രണം ചെയ്യണം. നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്നായിരുന്നു. സ്വാഭാവികമാണ്. കാരണം ഈ 63 സീറ്റ് കോൺഗ്രസിന്റെ പ്രതാപകാലത്തൊക്കെ നേരത്തെ ഡാൻ പറഞ്ഞതുപോലെയുള്ള കരുണാകരന്റെയും AK-ന്റെയൊക്കെ അവർ നിലനിന്ന സമയത്ത് 63 സീറ്റ് എന്നൊക്കെ പറയുന്നത് ഉണ്ടായിരുന്ന പാർട്ടിയാണ്. അവിടെ നിന്നാണ് ഇത്ര വലിയ അധപതനം ഉണ്ടായിരിക്കുന്നത്. അവിടെയാണ് സതീഷിനെ പോലെയുള്ളൊരു പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിക്കുകയും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണമെന്ന് പറയുകയും ചെയ്യുന്നത്. അതിനോട് എതിർപ്പുണ്ടാകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് മനസ്സിലാവാത്തത്. ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിന്റെ അദ്ദേഹത്തിന്റെ കടമയാണ്. ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടിയെ ഏകോപിപ്പിക്കേണ്ടതിന്റെ പ്രധാനപ്പെട്ട ആൾ കൂടിയാണ്. അവിടെയാണ് ഈ പറഞ്ഞതുപോലെ സതീശോട് എതിർപ്പുള്ള ഒരു ചേരി ഇതിനെതിരെ രംഗത്ത് വരുമ്പോൾ അതിനോട് എന്താണ് ഹൈക്കമാൻഡ് സമീപനം എന്നുകൂടി ഉണ്ടല്ലോ. ഇനിയൊരു തെരഞ്ഞെടുപ്പ് പരാജയം കോൺഗ്രസിന് സഹിക്കാവുന്നതിൽ അപ്പുറമാണ്. സ്വാഭാവികമായി അതിനുള്ള കരുക്കൾ ഇപ്പോഴേ നീക്കേണ്ടി വരും. അങ്ങനെ അഭിപ്രായമുള്ളവരും കോൺഗ്രസിൽ കാണുമല്ലോ. അവിടെ പ്രധാനപ്പെട്ട ഒരു സംശയമായി ഉന്നയിച്ചപ്പെട്ടത്, അതായത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം പുതുപ്പള്ളിയിലായാലും പാലക്കാടായാലും V.D. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജി അത് വലിയ തരത്തിൽ ഫലം കാണുന്നതാണ് കേരളം കണ്ടത്.
പക്ഷേ ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹം സംഘടനാ തലത്തിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾക്കെതിരെ ഒരുപാട് തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജി അത് പാർട്ടിക്ക് ഗുണം ചെയ്തു എന്നൊരു വിലയിരുത്തൽ എതിർ വിഭാഗവും അങ്ങനെ തന്നെ ശരിവെക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ സെലക്റ്റീവായി മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് അവിടെ പ്രത്യേകമായി കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്ന ആശയത്തോട് യോജിക്കാനാവില്ല എന്നൊരു നിലപാടിലേക്ക് എതിർചേരി എത്തുന്നതിന് കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്ന വിമർശനമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. അതോടൊപ്പമാണ് എ പി അനിൽകുമാർ, അതായത് കെ സി വേണുഗോപാലിന്റെ കേരളത്തിലെ വിശ്വസ്തനായ എ പി അനിൽകുമാർ പ്രതിപക്ഷ നേതാവിനെതിരെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉന്നയിച്ച വിമർശനങ്ങൾ കെ സി വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത്. അപ്പോൾ അവിടെ കെ സി വേണുഗോപാൽ എടുത്ത ഒരു സ്റ്റാൻഡ്, അതായത് അദ്ദേഹത്തിന്റെ ഒരു മൗനാനുവാദത്തോടെയാണ് എ പി അനിൽകുമാർ ഈ വിമർശനം ഉന്നയിച്ചത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു വിമർശനങ്ങൾ പരിധി കടന്നു പോവുകയും അതിൽ കിടക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പിറ്റേ ദിവസം നടക്കേണ്ടിയിരുന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നിന്ന് പിൻവാങ്ങിയത് എന്ന തരത്തിൽ പുറത്തു വരുന്ന സൂചനകൾ അത് ശരിവെക്കുന്ന തരത്തിലാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലുണ്ടായ കാര്യങ്ങൾ. അതിനോട് വിയോജിപ്പ് അറിയിച്ചുകൊണ്ടാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തുന്നത്. അതായത് നമുക്കറിയാം, ഡാൻ ഈ കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തനായിരുന്നു. അദ്ദേഹത്തിന്റെ പല നിർദ്ദേശങ്ങളും കേരളത്തിൽ നടപ്പിലാക്കിയ ആൾ കൂടിയാണ് വി ഡി സതീശൻ. അദ്ദേഹത്തിന്റെ നോമിനി എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലൊരു ശാക്തിക ചേരി കോൺഗ്രസിൽ രൂപപ്പെട്ടിരുന്നു. എതിർ ചേരിക്ക് അത്ര ശക്തമായ ശബ്ദം സതീഷിനെതിരെ ഉയർത്താൻ പറ്റാത്ത തരത്തിൽ, കാരണം കെ സി വേണുഗോപാലിന്റെ ഹൈക്കമാൻഡിന്റെ ആള് എന്ന് പറയുമ്പോൾ വിമർശനത്തിന് എതിർപ്പിനൊക്കെ ഒരു പരിധിയുണ്ടല്ലോ. അത്രത്തോളം ശക്തനായിരുന്നു കോൺഗ്രസിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി. നമുക്കൊന്ന് പരിഗണിച്ചാൽ നോക്കിയാൽ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സതീശൻ, അതിനുശേഷം സംഭവിച്ചത് എന്താണ് കോൺഗ്രസിൽ എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് കെ സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായ ഒരാൾ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുക സതീഷിനെതിരെ? അത് കോൺഗ്രസിൽ എന്തിന്റെ സൂചനയാണ്? അതിനെ എതിർചേരി കുറച്ചുകൂടി പോസിറ്റീവായി തന്നെയാണോ കാണുന്നത്? അതായത് AI ഗ്രൂപ്പുകൾ മാത്രമായിരുന്നു ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല ഭാരവാഹിത്വത്തിൽ ഇരുന്ന കാലത്തെല്ലാം കോൺഗ്രസിലുണ്ടായിരുന്നത്. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ അപ്രതീക്ഷിതമായി വീണ്ടും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയതോടെയാണ് പിന്നീട് പാർട്ടിക്കുള്ളിൽ നേതൃസമവാക്യങ്ങൾ അപ്പാടെ മാറിമറിയുന്ന സാഹചര്യമുണ്ടായത്. അതിനുശേഷം AI ഗ്രൂപ്പുകൾ തന്നെ അപ്രസക്തമാക്കിക്കൊണ്ട് ഓരോ പ്രബല നേതാക്കളുടെയും അനുയായികൾ പാർട്ടിയിൽ കൃത്യമായി സ്വാധീനമുറപ്പിക്കാനായി നടത്തുന്ന നീക്കങ്ങൾ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അവിടെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം, അതിൽ കൃത്യമായി UDF കൺവീനർ കൂടിയായ MM ഹസനുണ്ട്, KC ജോസഫുണ്ട്, ബെന്നി ബെഹനാനുണ്ട്, യുവമുഖമായ ഷാഫി പറമ്പിലുണ്ട്, അതോടൊപ്പം രാഹുൽ ബാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വി ഡി സതീശന് പരസ്യ പിന്തുണയുമായി അദ്ദേഹത്തോടൊപ്പമുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ മറുചേരിയിൽ വി ഡി വിരുദ്ധരാണ്. അവർ കൃത്യമായി ഒന്നിച്ചിട്ടില്ല എങ്കിലും വി ഡി സതീശന്റെ നിലപാടുകളോട് വിയോജിപ്പുള്ള ഒരു വിഭാഗം, അവിടെ KPCC അധ്യക്ഷൻ K സുധാകരൻ, രമേശ് ചെന്നിത്തല, അതോടൊപ്പം തന്നെ ശശി തരൂർ, അതോടൊപ്പമാണ് ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മറുവശത്ത് നിൽക്കുന്നത്. അതിനിടയിൽ ഈ അസംതൃപ്തരായി നിൽക്കുന്ന നേതാക്കൾക്ക് കൃത്യമായി ഒരു മുഖമുയർത്തി കാണിച്ചുകൊണ്ട് മുമ്പോട്ട് വരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എങ്കിലും വളരെ അപ്രതീക്ഷിതമായി സാമുദായിക സംഘടനകൾ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായ ഒരു നിലപാടെടുത്തുകൊണ്ട് പെട്ടെന്ന് രംഗത്ത് വരികയും അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞതോടെയാണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള തർക്കം തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ തുടങ്ങിയിരിക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ എതിർചേരികൾ, പ്രത്യേകിച്ച് എതിർ രാഷ്ട്രീയ പാർട്ടികളടക്കം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം KPCCയിൽ ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നത്. അവിടെ എന്തുകൊണ്ട് KC വേണുഗോപാൽ ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നുവെന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യത്തിന് പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാനായി പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുകയാണ് എന്ന ഒരു വിഭാഗം നേതാക്കളുടെ വിമർശനം, അത് കുറച്ചധിക നാളുകളായി ഇത്തരത്തിലുള്ള സംസാരങ്ങൾ, വിമർശനങ്ങൾ തുടങ്ങിയിട്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അത് വീണ്ടും അതിൻ്റെ ആക്കം കൂട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു. അവിടെ ഹൈക്കമാൻഡ് നേതൃത്വത്തിന് ഈ നടപടികളിൽ കടുത്ത വിയോജിപ്പുണ്ട്. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും രണ്ട് തട്ടിൽ നിന്ന് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന നിർദ്ദേശം ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഹൈക്കമാൻഡ് നേതൃത്വം ആ സന്ദേശം ഇരുവർക്കും കൈമാറിയതാണ്. പക്ഷേ അത് ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ല പിന്നീട് ഇങ്ങോട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടായത്. ഇവിടെയാണല്ലോ ഡാൻ ഈ ഘടകകക്ഷികളുടെ നിലപാട് നിർണായകമാവുക. മുസ്ലിം ലീഗിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ശക്തികളുള്ള ഒരു മുന്നണിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പഠനപ്പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇടപെടൽ ഉണ്ടാകും, ശക്തമായ നിർദ്ദേശം നൽകേണ്ടി വരും.
UDF ഉടനെയെങ്ങാനും ചേരുന്നുണ്ടോ ഉള്ള സാഹചര്യമുണ്ടോ? അവിടെയും ഈ വിഷയം ചർച്ചയാക്കുമോ? എന്താണ് എന്തെങ്കിലും സന്ദേശം കോൺഗ്രസ് നേതാക്കൾക്ക് ഘടകകക്ഷികൾ നൽകിയിട്ടുണ്ടോ ഇതിനകം? അതായത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള തർക്കങ്ങൾ അടിയന്തരമായി പരിഹരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടി ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകണമെന്നൊരു നിലപാട് ആവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഈ സംയുക്ത വാർത്താ സമ്മേളനം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന് തുടക്കമെന്ന് പറയുന്നത് KPCC നേതൃയോഗത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാതിരിക്കുന്ന സാഹചര്യം. അതിന് തൊട്ടു പിന്നാലെ നടന്ന UDFന്റെ ഉന്നതാധികാര സമിതി യോഗം ഓൺലൈനായിട്ടാണ് യോഗം ചേർന്നത്. അതിൽ KPCC അധ്യക്ഷനും പങ്കെടുക്കുന്നില്ല. ഇതോടെയാണ് ഇവർ തമ്മിലുള്ള റിഫ്റ്റാണ് സംസ്ഥാന കോൺഗ്രസിൽ കാര്യങ്ങൾ കലുഷിതമാക്കുന്ന തരത്തിലേക്ക് സാഹചര്യം എത്തിക്കുന്നത് എന്ന ശ്രീകുമാർ മാധ്യമപ്രവർത്തകൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീകുമാർ, ഇവിടെ പടലപ്പിണക്കങ്ങൾ കോൺഗ്രസിൽ പുതിയ കാര്യമല്ല, നമുക്കറിയാം. എല്ലാ കാലങ്ങളിലും ഗ്രൂപ്പുകളുണ്ട്, നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടി കോൺഗ്രസ് പാർട്ടി കടന്നു പോകുമ്പോൾ ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ വഷളാകുന്ന സാഹചര്യം ഒരുക്കുന്ന ഒരു പശ്ചാത്തലത്തിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ചേർത്ത് വെച്ചാൽ ഇപ്പോൾ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരല്ലേ ഇവരുടെ ഇടയിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തു ഗുണമാണ് പാർട്ടിക്ക് നൽകുക? ഇവരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആ യോഗത്തിൽ അവസാനിച്ചു. പുറത്തേക്കില്ലല്ലോ. തെരുവീസമായിട്ട് വന്നിട്ടുണ്ടോ? പരസ്യ പ്രസ്താവന നടത്തിയിട്ടുണ്ടോ? നിങ്ങളിപ്പോ പറയുന്നത് സംയുക്ത വാർത്താ സമ്മേളനം റദ്ദാക്കില്ല. സംയുക്ത വാർത്താ സമ്മേളനം നടത്തുന്നവരാ പറഞ്ഞേ? KPCCയുടെ ഏതെങ്കിലും ഒരു അറിയിപ്പ് ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിൽ കൊടുത്തിട്ടുണ്ടോ സംയുക്ത വാർത്താ സമ്മേളനം നടത്തുന്നത്? കാരണം അങ്ങനെ ഒരു കീഴ്വഴക്കം കോൺഗ്രസിന് ഇല്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. കോൺഗ്രസിലെ KPCCയുടെ ഏത് യോഗം കഴിഞ്ഞാലും വാർത്താ സമ്മേളനം നടത്തുന്ന പ്രസിഡന്റ് മാത്രമായിരിക്കും. പാർലമെന്ററി പാർട്ടി ലീഡറൊപ്പം വരില്ല. അത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ സംയുക്ത വാർത്താ സമ്മേളനം സ്വയം അങ്ങോട്ട് മാധ്യമങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പറഞ്ഞു കാണും. അത് KPCCയുടെ അറിയിപ്പ് ഇന്നേ വരെ തിരുവനന്തപുരത്തെ ഒരു മാധ്യമ സ്ഥാപനത്തിലും സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിലെ അഭിപ്രായ ഭിന്നത യോഗത്തിൽ ഉണ്ടാകും. അത് തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം യോഗത്തില് ആരോടും സംസാരിക്കാൻ പാടില്ല, ഞങ്ങളെടുത്ത തീരുമാനം നടപ്പാക്കണമെന്നല്ലല്ലോ കോൺഗ്രസ് പറയാറുള്ളത്. എല്ലാവർക്കും അഭിപ്രായം പറയാം. അഭിപ്രായ സംഘടന തന്നെ ഉണ്ടാകാറുണ്ട്, വാക്കേറ്റം ഉണ്ടാകാറുണ്ട്. അതൊക്കെ ശരിയാണ്, അതൊക്കെ നടന്നിട്ടും ഉണ്ടാകും. പക്ഷെ അത് പുറത്തേക്ക് വന്നോ? ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പുറത്ത് പത്രസമ്മേളനം നടത്തിയിട്ട് സതീശ സുധാകരന്റെ കുറ്റം പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ സതീശൻ സുധാകരൻ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, അവർ തമ്മിൽ പിണക്കമാണെന്നാണ്. നിങ്ങൾക്ക് തെറ്റിദ്ധാരണമാണത്. സതീശന് സുധാകരന് തമ്മിൽ പിണക്കവുമില്ല. പിണക്കമുള്ള നേതാക്കൾ വേറെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കുഴപ്പമില്ല. സതീശന് സുധാകരൻ തമ്മിൽ പിണക്കവുമില്ല. പക്ഷെ അവർക്ക് പത്രസമ്മേളനം നടത്തേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു വാർത്താ സമ്മേളനം ഈ ശ്രീകുമാർ, നമുക്കറിയാം, താങ്കൾ എത്രയോ വർഷമായി കോൺഗ്രസ് രാഷ്ട്രീയം അറിയാവുന്ന ആളുകളാണ്. നമുക്കറിയാം കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അങ്ങനെ എപ്പോഴും മാധ്യമങ്ങൾക്ക് വാർത്ത ഏറ്റവും കൂടുതൽ ലഭിക്കാൻ വളരെ എളുപ്പമുള്ളൊരു പാർട്ടിയാണ്. അവിടെ നമുക്ക് ലഭിച്ച വിവരമാണ്, മാധ്യമങ്ങൾക്ക് കിട്ടിയതാണ് സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടാകും, അതൊരു ഐക്യത്തിന്റെ കാഹളമാകും എന്ന തരത്തിൽ ഞാൻ പറയാണ്. അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു മാധ്യമങ്ങൾ ഒരു വാർത്ത നിറഞ്ഞു നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇനിയെങ്കിലും അവർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചുകൂടാ? അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു കൃത്യമായ അഭിപ്രായം പറഞ്ഞുകൂടാ? എന്തുകൊണ്ടാണ് അവർക്ക് ഒരുമിച്ചൊന്ന് ഇരുന്നുള്ള പ്രശ്നം എന്താണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ? എന്തിനെന്റെ ആവശ്യം? മാധ്യമങ്ങൾ എന്തെങ്കിലും തീരുമാനിച്ചിട്ട് അത് നടപ്പാക്കാനാണോ KPCC ഒരറിയിപ്പും കൊടുത്തിട്ടില്ല. രഞ്ജിത്ത്, നിങ്ങൾ മനസ്സിലാക്കൂ, KPCC ഒരറിയിപ്പും കൊടുത്തിട്ടില്ല സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടാകുന്നത്. പിന്നെ അങ്ങനെ അറിയിപ്പില്ലാതെ മാധ്യമങ്ങൾ തീരുമാനിച്ചിരിക്കണോ? മാധ്യമങ്ങൾ തീരുമാനിച്ചാൽ നടപ്പാക്കാനാണോ KPCC? അതൊന്നുമില്ല. KPCCയുടെ തീരുമാനം KPCC നടപ്പാക്കും. പിന്നെ മാധ്യമങ്ങൾ കോൺഗ്രസ് ഐക്യം ഉണ്ടാക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിൽ ഐക്യം ഉണ്ടാകുന്നത് നേതാക്കൾ കൊണ്ടല്ല, അത് CPM-ല്. കോൺഗ്രസ് ഐക്യം ഉണ്ടാകുന്നത് എങ്ങനെയാ വെച്ചാൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഐക്യം ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സംഘടനാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഐക്യത്തിന് ചെറിയ വിള്ളൽ വരും. കാരണം പാർട്ടി പിടിക്കാനുള്ള താല്പര്യം അത് എല്ലാ കാലത്തും ഉണ്ട്. കരുണാകരൻ ആന്റണി കാലം തൊട്ടതുണ്ട്. അതിൽ മാറ്റമില്ല. ഗ്രൂപ്പ് രാഷ്ട്രീയ കോൺഗ്രസിന്റെ ഭാഗമായത് അതുകൊണ്ടാണ്. ഇന്ന ശക്തമായ ഗ്രൂപ്പ് കോൺഗ്രസിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ. 21 സീറ്റുകൾ മാത്രം ഈ 2024 ഒരു പാർട്ടി 2025 ഒരു പാർട്ടിയാണെന്ന് കൂടി ഓർക്കണം സാർ. കാരണം എത്രയോ ജില്ലകളിൽ പ്രാതിനിധ്യമില്ല ഈ പാർട്ടിക്ക്. അവിടെയാണ് കരുണാകരന്റെയും ആന്റണിയുടെയും കാലമല്ലല്ലോ. ഈ തരത്തിൽ തർക്കമുണ്ടാക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലാത്തൊരു പാർട്ടിയാണെന്ന് ആലോചിക്കണം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കേരളത്തിലെ 19 ലോക്സഭാ മണ്ഡലങ്ങളിൽപ്പെട്ട 140 നിയോജക മണ്ഡലത്തിലെ ഇടതുമുന്നണിക്ക് എത്ര സീറ്റുണ്ട്? 2019 കൂടി ഓർക്കണം. 2019 2024 വേണ്ട, നമ്മൾ രണ്ടും വിട്ടുകളയാണ്. ഞാൻ ഈ കഴിഞ്ഞ ബൈ ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പ് മാത്രം എടുക്കുന്നുള്ളൂ. പാലക്കാട് ചേലക്കര
അസംബ്ലി മണ്ഡലങ്ങളും വയനാട് ലോക്സഭാ മണ്ഡലവും. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 7 അസംബ്ലി മണ്ഡലങ്ങൾ, 2 LDFന്റെ കയ്യിലാണ്. അതടക്കം 7 അവിടെ UDF. ചേലക്കരയില് LDFന് വോട്ട് അറിയാമല്ലോ. പാലക്കാട് ഭൂരിപക്ഷം 3-4 ഇരട്ടി. അപ്പൊ പിന്നെ കോൺഗ്രസും UDFനും വോട്ട് കുറഞ്ഞ എങ്ങനെയാണ്? അപ്പൊ 10, അതായത് മൊത്തം 9 അസംബ്ലി മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. എന്നിട്ട് ബൈ ഇലക്ഷൻ ഒരു ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട 7+2 9 തെരഞ്ഞെടുപ്പ് നടന്നതില് ജനങ്ങൾ വോട്ട് ചെയ്തതില്, തെരഞ്ഞെടുപ്പ് നടക്കല്ല, ജനങ്ങൾ വോട്ട് ചെയ്തതില് 8 കോൺഗ്രസ് ആണ്. അത് മനസ്സിലാക്കുക, UDF ആണ്. അപ്പൊ പിന്നെ എന്തിനാണ് ഐക്യം എന്ന് പറയുന്നത്? സംഘടനാപരമായ കാര്യവും ജനങ്ങളുടെ വോട്ടവകാശം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരവുമാണ്. അത് മനസ്സിലാക്കുക. കോൺഗ്രസുകാർ തല്ലുകൂടിയാലും ഭരണവിരുദ്ധ വികാരം ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് ജയിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കണ്ട. അടുത്ത തവണ UDFന്റെ മുഖ്യമന്ത്രി അധികാരത്തിൽ വരും. അത് ആരാണ് കോൺഗ്രസ് തീരുമാനിക്കും എന്നുള്ള അവർ സ്ഥിരം പറയാറുണ്ടല്ലോ. ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഹൈക്കമാൻഡ് തീരുമാനിക്കാത്ത ഇവിടെ തർക്കമൊന്നും വേണ്ട. കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രി ആവണം എന്നതിനെ കുറിച്ച് ഒരു തർക്കം ഉണ്ടാകും, സംശയം വേണ്ട. കാരണം കോൺഗ്രസിൽ എല്ലാവരും തുല്യരാണ്, ജനാധിപത്യ ബോധമുള്ളവരാണ്, താല്പര്യങ്ങളുള്ളവരാണ്, മുഖ്യമന്ത്രി ആകാൻ താല്പര്യമുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് തർക്കം വരും. അല്ലാണ്ട് പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിൽ പോയിരുന്ന ആരും ഉണ്ടാത്ത പോലെയാണോ കോൺഗ്രസിൽ KPCC പ്രസിഡന്റ് പോയിരുന്നത്? അല്ല. ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ശരി, അതാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. ശ്രീകുമാറാണ് സംസാരിച്ചത്. ഡാന്, ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. കോൺഗ്രസിൽ തർക്കങ്ങൾ പതിവാണ്. കോൺഗ്രസിൽ ഗ്രൂപ്പ് വഴക്കുകളുണ്ട്. നേതാക്കന്മാർ തമ്മിൽ പടലപ്പിണക്കങ്ങൾ സർവ്വസാധാരണമാണ്. പക്ഷെ അതിനിടയിലും സതീശനെ പോലെ ഒരു നേതാവ് നയിച്ചുകൊണ്ട് ജയിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ട്, നിരവധി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുണ്ട്. അതൊക്കെയാണ് ഇപ്പോഴും ആത്മവിശ്വാസമായി പാർട്ടി പ്രവർത്തകർ കാണുന്നതും. ഇവിടെ സതീശനെ ഹൈക്കമാൻഡിന് വിശ്വസിക്കാൻ മതിയായ ഒരുപാട് സാഹചര്യങ്ങൾ കേരളത്തിലുണ്ട് താനും. രഞ്ജിത്ത്, അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചിടത്ത് തന്നെയാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ തർക്കങ്ങളുടെ തുടക്കം. അദ്ദേഹം പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം പ്രകടമാക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞത്. അത് വ്യക്തമായി പ്രകടമാകുന്ന ഫലം വരികയും അത് UDFന് അനുകൂലമായി മാറുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. ആ ആത്മവിശ്വാസമാണ് കഴിഞ്ഞ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം കേരളത്തിലുണ്ടായ UDFന്റെ വലിയ മുന്നേറ്റമാണ് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കപ്പെടുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ പ്രചരിച്ചിരിക്കുന്നത്. അവിടെയാണ് ആര് അങ്ങനെയെങ്കിൽ അധികാരത്തിലേക്ക് വരുമെന്ന ചോദ്യവും വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ അതിൻ്റെ ഒരു പാരമ്യത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന സാഹചര്യം. അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ്. ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ വന്നിരുന്നു, അത് പ്രകടമായിരുന്നു. പക്ഷേ അവിടെ തന്നെയാണ് കോൺഗ്രസിലെ തർക്കം ഉടലെടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ UDF അധികാരത്തിലേക്ക് എത്തിയാൽ അവിടെ മുഖ്യമന്ത്രി കസയിൽ ആരെ അവരോധിക്കണം എന്ന തർക്കങ്ങളാണ്, ചർച്ചകളാണ് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് വഴിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഘടകകക്ഷികൾക്കടക്കം കൃത്യമായ അമർശമുണ്ട്. അവർ ആ വിയോജിപ്പ് ഔദ്യോഗികമായി തന്നെ UDF കൺവീനറെ അറിയിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവർ പറയുന്നത് കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ അവിടെ തന്നെ തീരട്ടെ എന്ന് കരുതിയാണ് ഇത്രയും ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു വിമർശനവും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഉന്നയിക്കാതിരുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ തന്നെ തുടർന്നാൽ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം തമ്മിൽ തല്ലി നശിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങളെത്തും. അതിനനുവദിക്കാനാവില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ വാർത്തകളിൽ നിറഞ്ഞ ഈ സംയുക്ത വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അങ്ങനെ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ പരിഹരിക്കണമെന്ന നിലപാടിലാണ് ഘടകകക്ഷികൾ. അതുകൊണ്ട് അടിയന്തരമായി അങ്ങനെ ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ കേരളത്തിലെ സുപ്രധാനമായ 2 ചുമതലകളുള്ള പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഒരുമിച്ചിരുന്ന് ഈ ഐക്യത്തിൻ്റെ സന്ദേശം നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തണമെന്നൊരു നിലപാടിലാണ് ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ളത്. അവിടെ കോൺഗ്രസിന്റെ നേതൃത്വം, ഹൈക്കമാൻഡ് നേതൃത്വം ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടായിരിക്കും ഇനി നിർണായകമായി മാറി. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഹൈക്കമാൻഡിന് നോക്കുകുത്തിയായിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും കേരളം പോലെ അവർക്കേറെ പ്രതീക്ഷയുള്ള ഒരു സംസ്ഥാനത്ത് നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായ ഐക്യമില്ല എന്നുള്ളത് ചില്ലറയൊന്നുമല്ല ഹൈക്കമാൻഡിനെ വിഷമവൃത്തത്തിലാക്കുന്നത്. തിരിച്ചു വരാം.